എല്ലാവർക്കും സൈടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ച ഒരു പരീക്ഷണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ആറ്റം എന്ന വാക്കിനെ കുറിച്ച് അറിയാമായിരിക്കും. ആറ്റമോസ് എന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് ഉത്ഭവിച്ചത്. ആറ്റമോസ് എന്നാൽ ഇൻഡിവിസിബിൾ അഥവാ വിഭജിക്കാൻ ആവാത്തത് എന്നതാണ് അർത്ഥം. എന്നാൽ ഈ വിഭജിക്കാൻ ആവാത്തത് എന്ന് അർത്ഥം വരുന്ന ഈ ആറ്റത്തെ വിഭജിച്ച ശാസ്ത്രജ്ഞരുണ്ട്. ഏണസ്റ്റ് റൂദർഫോർഡ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ആറ്റത്തെ ആദ്യമായി വിഭജിച്ചത്. അതിനുശേഷം ജെ തോംസൺ ഒരു സബാറ്റോമിക് പാർട്ടിക്കിളായ ഇലക്ട്രോണിനെ കണ്ടെത്തുകയും ചെയ്തു. സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ബയോപിക്കായ തിയറി ഓഫ് എവറിത്തിങ് എന്ന സിനിമയിൽ ഈ ആറ്റത്തെ മുറിച്ചതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തെ ഒരു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ലാബിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫസർ പറയുന്നുണ്ട്, ഇവിടെ വെച്ചാണ് റൂദർഫോർഡ് ആറ്റത്തെ മുറിച്ചത്, ജെ തോംസൺ ഇലക്ട്രോണിനെ കണ്ടെത്തിയത് എന്നൊക്കെ. എന്നാൽ ആ സിനിമയിൽ ചെറിയൊരു തെറ്റുണ്ട്. റൂദർഫോർഡ് ആറ്റത്തെ മുറിച്ചത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചല്ലായിരുന്നു, മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ലാബിൽ വെച്ചായിരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല. നമ്മൾ പറഞ്ഞു വരുന്നത് ആറ്റത്തിന്റെ ചാർജ് കണ്ടുപിടിച്ച ആ പരീക്ഷണത്തെക്കുറിച്ചാണ്. റോബർട്ട് മില്ലിക്കൻ നടത്തിയ ഓയിൽ ഡ്രോപ്പ് എക്സ്പീരിമെന്റിലൂടെയാണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയെന്ന് കൃത്യമായി തിട്ടപ്പെടുത്താനായത്. 1909 നടന്ന ഈ പരീക്ഷണത്തിന് ശേഷമാണ് ഇലക്ട്രോൺ പോലുള്ള സബാറ്റോമിക് പാർട്ടിക്കിളിന്റെ സാന്നിധ്യം പൊതുവെ അംഗീകരിക്കപ്പെട്ടു തുടങ്ങിയത് വരെ. നമുക്ക് ലഭ്യമായ ഏറ്റവും ചെറിയ ചാർജ് ഒരു ഇലക്ട്രോണിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിന്റെയോ ആണ്. ഈ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നാണെങ്കിലും ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവും പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവുമാണ്. മില്ലിക്കന്റെ ഈ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിൽ ഒരു ആറ്റോമൈസർ ഉപയോഗിച്ച് ഒരു ചേംബറിന്റെ അല്ലെങ്കിൽ ഒരു ബോക്സിന്റെ മുകളിൽ നിന്ന് ഓയിൽ ഡ്രോപ്സ് ആ ബോക്സിലേക്ക് സ്പ്രേ ചെയ്യുന്നു. അപ്പോൾ ഗ്രാവിറ്റിയുടെ ഫലമായി ഈ ഓയിൽ ഡ്രോപ്സ് താഴത്തേക്ക് വരുന്നു. അതുകൂടാതെ ആ ബോക്സിലേക്ക് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും കൊടുക്കുന്നു. ഇതാണ് ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡും ഗ്രാവിറ്റിയും ഈ താഴത്തേക്ക് വീഴുന്ന ഈ ഓയിൽ ഡ്രോപ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചിത്രത്തിലൂടെ നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പിന്റെ ഏകദേശ ധാരണ ലഭിക്കുന്നതാണ്. ആദ്യം ഈ സ്പേസിലേക്ക് അല്ലെങ്കിൽ ഈ ബോക്സിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാതെ തന്നെ ഈ ആറ്റോമൈസറിൽ നിന്ന് ഓയിൽ ഡ്രോപ്സിനെ സ്പ്രേ ചെയ്യുന്നു. അതിനൊരു സിംഗിൾ ഒരു ഓയിൽ ഡ്രോപ്ലെറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക മാസ് ഉണ്ടാകുമല്ലോ, ആ മാസിനെ നമുക്ക് എം എന്ന് വിളിക്കാം. ഈ ഓയിൽ ഡ്രോപ്പ് സ്പ്രേ ചെയ്ത ആ ചേംബറിന് രണ്ട് ഭാഗങ്ങളുള്ളതായി നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണാം. ഒന്ന് എ എന്ന് വിളിക്കുന്ന ആ മുകൾ ഭാഗവും പിന്നെ സി എന്ന താഴേക്കുള്ള ഭാഗവും. ഇതിനെ തമ്മിൽ വേർതിരിക്കുന്ന പി എന്ന പ്ലേറ്റിൽ നിന്ന് ഒരു ചെറിയ ഹോൾ വഴിയാണ് സി എന്ന ചേംബറിലേക്ക് ഈ ഓയിൽ ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു ഓയിൽ ഡ്രോപ്ലെറ്റ് താഴത്തേക്ക് വീഴുന്നത്. സി എന്ന ചേംബറിലാണ് നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത്. ഈ ചേംബറിലേക്ക് നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാത്ത അവസരത്തിൽ രണ്ട് ബലങ്ങൾ ഈ ഓയിൽ ഡ്രോപ്ലെറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ എടുത്ത ആ ഒരു ഓയിൽ ഡ്രോപ്ലെറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിലൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്രാവിറ്റിയാണ്. രണ്ടാമത്തേത് അതിലുള്ള വായുവിൻ്റെ വിസ്കസ് ഫോഴ്സ് ആണ്. ഈ ഗ്രാവിറ്റി മൂലം താഴത്തേക്കൊരു ബലം അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ ബലം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഒരു സിംഗിൾ ഓയിൽ ഡ്രോപ്ലെറ്റിന് അനുഭവപ്പെടുന്ന ആ ബലം എന്ന് പറയുന്നത് ആ ഓയിൽ ഡ്രോപ്ലെറ്റിന്റെ വെയിറ്റ് ആണ്. അതായത് അതിന്റെ മാസായ എമ്മും പിന്നെ ഈ ഗ്രാവിറ്റിയുടെ വാല്യൂവായ ജിയും കൂടി ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആണ് ആ വെയിറ്റ് എന്ന ആ താഴത്തേക്കുള്ള ബലത്തിന്റെ മാഗ്നിറ്റ്യൂഡ്. മറ്റൊരു ബലം നമ്മൾ പറഞ്ഞു, ആ ചേംബറിലെ വായുവിന്റെ വിസ്കസ് ഫോഴ്സ് ആണ് അല്ലെങ്കിൽ വിസ്കസ് ബലമാണ്. വിസ്കസ് ഫോഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫ്ലൂയിഡിൽ കൂടി ഏതെങ്കിലും ഒരു വസ്തു നീങ്ങുമ്പോൾ ആ ഫ്ലൂയിഡ് ആ വസ്തുവിന്റെ ചലനത്തിനെതിരായി പ്രയോഗിക്കുന്ന ഒരു ബലത്തെ നമുക്ക് അതിന്റെ വിസ്കസ് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് തന്റെ മുമ്പിലുള്ള ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു നദിയോ ഒക്കെ മുറിച്ച് കടക്കേണ്ടി വരുമ്പോൾ ആ മനുഷ്യന്റെ ഓട്ടത്തിന്റെ വേഗത കുറയുന്നു, അല്ലെങ്കിൽ ആ വേഗത മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അയാൾക്ക് കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരുന്നു. അത് ഈ വായുവിനേക്കാൾ കൂടുതൽ വിസ്കോസിറ്റി ഈ ജലത്തിന് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ഈ ചേംബറിൽ ഈ ഓയിൽ ഡ്രോപ്ലെറ്റ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെയും വിസ്കസ് ഫോഴ്സിന്റെയും ഫലമായി ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇങ്ങനെ താഴത്തേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അവിടെ കൊടുക്കുന്നത്. ഈ താഴത്തേക്ക് വീഴുന്ന ഈ ഓയിൽ ഡ്രോപ്ലെറ്റിനെ നിരീക്ഷിക്കുന്നതിനായി നമ്മൾ ഒരു ടെലസ്കോപ്പും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്. ചേംബർ സിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രമീകരിക്കുന്നതനുസരിച്ച് താഴത്തേക്ക് വീഴുന്ന ഈ ഓയിൽ ഡ്രോപ്ലെറ്റിന്റെ വേഗത കുറയുന്നു. ഒരു പ്രത്യേക വോൾട്ടേജ് താഴത്തേക്കുള്ള ഇതിന്റെ പതനം നിന്നിട്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലമുള്ള ഈ പതനം നിന്നിട്ട് മുകളിലേക്ക് നൽകുന്ന ഈ ഇലക്ട്രിക് ഫോഴ്സ് മൂലം മുകളിലേക്ക് നൽകുന്ന ബലവും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തുല്യമായി ഈ ഓയിൽ ഡ്രോപ്ലെറ്റിന്റെ താഴത്തേക്കുള്ള പതനം അവിടെ നിൽക്കുന്നു. ഇപ്പോഴും അവിടെ ആ വിസ്കസ് ഫോഴ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ നേരത്തെ ഈ വിസ്കസ് ഫോഴ്സിനെ പറ്റി പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു വാക്വം ആയിട്ടുള്ള ഒരു ചേംബറിലാണ് ഇത് നടത്തുന്നതെങ്കിൽ ആ പ്രശ്നമില്ല. ഈ മുകളിലേക്ക് ഈ ഓയിൽ ഡ്രോപ്ലെറ്റ് ചലിക്കാൻ തുടങ്ങുമ്പോഴും ഈ വിസ്കസ് ഫോഴ്സ് അവിടെ
ഈ ഓയിൽ ഡ്രോപ്പിൻ്റെ ചലനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേക വെലോസിറ്റിയിൽ മുകളിലേക്ക് ചലിക്കാൻ തുടങ്ങും. മുൻപ് താഴത്തേക്ക് വന്നുകൊണ്ടിരുന്ന ആ വെലോസിറ്റിയും ഇപ്പോൾ മുകളിലേക്ക് പോകുന്ന ഈ വെലോസിറ്റിയും നമ്മൾ കൊടുത്ത വോൾട്ടേജും ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓയിൽ ഡ്രോപ്ലെറ്റിൽ അടങ്ങിയിരിക്കുന്ന ചാർജ് എത്രയെന്ന് നമുക്ക് കണക്കാക്കാനാകും. ഓരോ ഓയിൽ ഡ്രോപ്ലെറ്റിലും അടങ്ങിയിരിക്കുന്ന ഈ ഇലക്ട്രോണുകളുടെയൊക്കെ എണ്ണം വ്യത്യസ്തമായിരിക്കുമല്ലോ. അതിനാൽ നിരവധി ഓയിൽ ഡ്രോപ്ലെറ്റുകളിൽ ഈ പരീക്ഷണം ആവർത്തിച്ചു. എല്ലാ പരീക്ഷണത്തിൽ നിന്ന് ലഭിച്ച ഫലമെന്ന് പറയുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ചാർജ് 1.6 × 10⁻⁻⁹ കൂളം എന്ന ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിളുകളായിരിക്കും. അപ്പോൾ നമുക്ക് ലഭ്യമായ ഏറ്റവും ചെറിയ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁹ കൂളം ആണ്. ഇതാണ് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജ്. ഇലക്ട്രോണിനാണെങ്കിൽ ഇത് മൈനസ് ആയിരിക്കും, പ്രോട്ടോണിനാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇത്തരം വീഡിയോകൾ ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു നൽകുക. തുടർന്നും ഇത്തരം വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.